പാലക്കാട് വിഷു സെലിബ്രേഷൻ ഇപ്രാവശ്യം കാണിക്കാന്ന് വെച്ചു. രണ്ടുപേർക്കും പിണക്കം വേണ്ട, രണ്ടുപേർക്കും സെയിം എടുത്തു. തോത്തുമുണ്ട് എന്നെ സഹിക്കുന്നതിന് ഒരു പട്ടം കൊടുത്തു ഞാൻ. മാമിക്ക് വിഷുവിന് ഒരു സർപ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഉരുളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടോ ക്ലീനായി വന്നിട്ടുണ്ട്. വിക്കേട്ടൻ്റെ തീറ്റയ്ക്കൊരു കുറവില്ല. മഷ്റൂം പോക്കറ്റി വെൽ ഷോട്ട്. വേലതൻ്റെ ഓലപ്പടക്കം പൊട്ടിയിട്ടേ ചെവിക്കല്ലടിച്ചു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി. അപ്പോൾ നമ്മളിന്ന് പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഇന്നലെ എത്തി. അപ്പോൾ വിഷു ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗാണിത്. നമ്മുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ വിഷു തലേന്നുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. പാലക്കാട് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് വലിയ ആഘോഷമോ അങ്ങനെയൊന്നും കാണത്തില്ല. ഇവിടെ കുറച്ചുകൂടെ അധികമാണ്. പാലക്കാട് വിഷു സെലിബ്രേഷൻ ഇപ്രാവശ്യം കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ബാലാപുരത്തിൽ നിന്ന് കുറച്ച് ഡ്രസ്സസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിന്ന് ആ ഡ്രസ്സസ് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാം. കം വിത്ത് മീ ക്യാമറമാൻ. അച്ഛൻ കൂടെ വാച്ചാ പോട്ടെ. വിഷുവിന് എൻ്റെ ഗിഫ്റ്റാ. ഞാൻ സമ്പാദിച്ച കാശ്. ഷർട്ട് അവിടെ റെയ്മണ്ട് ഇല്ലായിരുന്നു, രാംരാജുണ്ട്. പിന്നെ അത് സർപ്രൈസ്. എൻ്റെ വീഡിയോ ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് സെയിം ഇത് തന്നെ എടുത്തത്. രണ്ടുപേർക്കും പിണക്കം വേണ്ട, രണ്ടുപേർക്കും സെയിം എടുത്തു. നല്ല ഒതുങ്ങിയിരിക്കും സാരി. എൻ്റെ അമ്മയ്ക്ക് സെയിം സാരിയാണ് ഞാൻ എടുത്തത്. ഇനി വിക്കട്ടമ്മ വാ, വിക്കറ്റിന് ഞാൻ തരാം കേട്ടാ. വാ തോത്തുമുണ്ട് തന്നെയാണ്. എന്നെ സഹിക്കുന്നതിന് ഒരു പട്ടം കൊടുത്തു ഞാൻ. എന്നോടത്തെ പിന്നെ ഒരു വെള്ളി കരയുള്ള ഒരു മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഷർട്ട് ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും 2 ദിവസത്തിനൊക്കെ വരുമായിരിക്കും. നീ നിക്കവിടെ. ആദിക്ക് വാ. നിനക്ക് പടക്കവും വേണമായിരുന്നോ? ഞാൻ അതറിഞ്ഞില്ല. ആദി അവിടെ നിൽക്ക്. വാ, നിനക്ക് ഇപ്രാവശ്യം വിഷു തരട്ടെ. വാ, ഇഷ്ടപ്പെടും. തുറന്നു നോക്ക്. വാമിക്കതാ. താങ്ക് യു, ഞാൻ പ്രതീക്ഷിക്കുന്നു. മാമിക്ക് വിഷുവിന് ഒരു സർപ്രൈസ് വന്നിട്ടുണ്ട്. കണ്ണുമൂടി സർപ്രൈസ് വരട്ടെ. സർപ്രൈസ് ഇപ്പോൾ ഓപ്പൺ ആവും. അതാ തുറന്നുണ്ടല്ലോ. ഇഷ്ടപ്പെടാ?
അച്ഛനാണ് ഓർഡർ ചെയ്തത്, അമ്മ ഓർഡർ ചെയ്തത്. കൊള്ളാവോ? ഓർമ്മയുണ്ടോ അവിടെ വെച്ചിട്ട് വാമിക്ക് ഇത് വേണമെന്ന് പറഞ്ഞത്? ആ വാ. ഉണ്ടായിരുന്നു. അറിയാമോ? ഞാൻ അതാ അറിയാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? പാർക്ക് ചെയ്തല്ലോ അല്ലേ? ആ, ഇനി എന്താ പരിപാടി? വിഷുവിനുള്ള പരിപാടിയൊക്കെ ചെയ്യാം അല്ലേ? ഇതാണ് ലവ് ലാപ്പിൻ്റെ ജോയ് സ്കൂട്ടർ. 3 to 10 years വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്കൂട്ടറാണിത്. ഇത് 3 വീൽ കിക്ക് സ്കൂട്ടറാണ്. നല്ലൊരു സ്ട്രോങ് ബേസോട് കൂടിയാണ് ഇത് വരുന്നത്. നോൺ സ്ലിപ്പ് ഹാൻഡിൽ ബാറാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾക്ക് 3 ലോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെവലാണ്. നമ്മൾക്കിത് അൺലോക്ക് ചെയ്തതിന് ശേഷം ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓർ റൈറ്റ് ഈസി ടേണബിൾ ആണ്. കണ്ടോ, ഈസി ആയിട്ടിത് ടേൺ ആവും. അതുപോലെ തന്നെ ഇത് ഈസിലി ഫോൾഡബിളും ആണ്. നല്ല സ്റ്റേഡി വീലും അതുപോലെ ഈ ലൈറ്റ് ബ്ലിങ്കിങ് ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഭാര്യ ഗിഫ്റ്റ് എന്നതാ മാമി? വിഷു ഒരുക്കത്തിനായിട്ട് നമ്മളിവിടെ ഓട്ടുരുളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് വാഷ് ചെയ്യാൻ പോകണത് കണ്ടോ. ഇതാണ് നല്ല വെയിറ്റാട്ടോ. അതുപോലെ തട്ടങ്ങളൊക്കെ റെഡിയാണ്, അതുപോലെ വിളക്കും റെഡിയാണ്. അപ്പം നമ്മൾക്കിത് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. പുളി വെള്ളത്തിലാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളമിട്ടിട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടെ ഉപ്പും കൂടിയിട്ട് വാഷ് ചെയ്ത് നല്ല ഡീപ്പായിട്ട് വാഷ് ആവുമെന്നാണ് പറയുന്നത്. ഇത് പുളിവെള്ളമാണ് കേട്ടോ. ഇതൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടേണ്ടതാണ്. നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ പുളിവെള്ളത്തിൽ പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഉരുളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടോ, ക്ലീനായി വന്നിട്ടുണ്ട്. കളറൊക്കെ കണ്ടോ, ഇതേ എൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല നന്നായിട്ട് ക്ലീനായി. ഈ ഒരു സംഭവം ഓർക്കുന്നോ കുഞ്ഞുരുളി? അത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ബട്ട് കഴുകിയപ്പോഴത്തേക്കും ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കണിയുരുളി. ഇതാണ് ഈ ഓട്ടുരുളിയിലാണ് നമ്മൾ കണി വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കമോൺ തുണയ്ക്കോ എൻ്റെ ഗോൾ. യേ മാമി മാത്രം ക്ലാപ്പ് അടിക്കുന്ന കുട്ടി. ഇത് ഋത്വിക, ഇത് വാമിക, ഇത് ആദികേശവ്, ഇത് റിജു. One, two, three, go. വാ കേട്ടൻ്റെ തീറ്റയ്ക്കൊരു കുറവുമില്ല, മിടുക്കനായിട്ട് മുന്നേറുന്നുണ്ട്.
അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നമ്മൾ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചോളത് ഇടിമിടിക്ക് കൊച്ചുമിടിക്ക് ആ കണ്ടോ ലൈറ്റ് എത്തുന്നുണ്ടോ? വാവ് വാവ് വാവ്. ഇനിയാണ് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഇമാതിരി പടങ്ങളൊക്കെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. മെഗാ സ്റ്റാർ, പിന്നെ എന്തോ 5-in-1 കളേഴ്സ് എന്തൊക്കെയോ ഉണ്ട്. അതുപോലെ മഷ്റൂം പൂക്കുറ്റി, ചട്ടി പൂക്കുറ്റി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് തന്നെ. മഷ്റൂം പൂക്കറ്റി ഇത് കൊള്ളാം. ഇത് മുതലേ മഷ്റൂം പൂക്കറ്റി പൊളിസാനം. പൊട്ടിച്ചോ കുറേണ്ടത്. ഓടിക്കോ. അച്ഛൻ്റെ ബാക്കിലിരിക്കുന്നു. ഇല്ല ഇത് കമ്പിത്തിരി പോലെ പോക്കറ്റ് പോലെ തന്നെ. കമ്പിത്തിരി ഇല്ലേ കമ്പിത്തിരി മാമിൻ്റെ കുറച്ച് മാറുന്നു. പിടിക്കുന്നത് സൈഡിലേക്ക് വെക്കണം കേട്ടോ. അയ്യോ തന്നെയുണ്ട്. നമ്മുടെ ഉണ്ട് 2 12 ഷോട്ട്. എന്താ മാമി സൂപ്പറായിട്ടില്ലേ? നിക്കട്ടെ അവിടെ വായിൽ വെക്കാതെന്ന് പറയണം കേട്ടോ.
സൈഡിൽ ഓടിക്കോ. പൊട്ടുന്ന സാധനം ബാക്കിൽ ചറപറ. ഈ പടക്കത്തിന്റെ പേരെന്താണെന്നറിയോ? ചറപറ. എന്താ പറ? ചറപറ പറ. ആ വിക്കിയേട്ടാ, അയ്യോ ഞാനൊന്നും കണ്ടില്ലല്ലോ. എൻ്റെ അമ്മേ, ചട്ടിപ്പൂകുറ്റി. ഓമ്പോ കാറ്റടിക്കണണ്ട. കാറ്റ് വേലേ തന്നെ ഓലപ്പടക്കം പൊട്ടിട്ടേ ചെവിക്കല്ലടിച്ചു. അമ്മ എങ്ങനെയുണ്ട് ഓലപ്പടക്കം? പടാ ഓലപ്പടക്കം, വേലേ തന്നെ ഓലപ്പടക്കം. എങ്ങനെ കൃഷ്ണൻ കാണിച്ചത്? കൃഷ്ണൻ ഇങ്ങനെ നിൽക്കത്തില്ല, കൃഷ്ണൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ലോഗ്. അപ്പോൾ നാളെ വിഷുക്കണിയായിട്ട് കാണാം.